നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപ്പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പുട്ടിന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് ചെറിയ തേങ്ങയും 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാമെന്നാണ്, ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പൊടിയിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു 3 സ്പൂണോളം പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ചില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പൊടി ഇട്ടിട്ട് മുകളിലേക്കും കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ കുക്കറിൽ വെള്ളം വെച്ച് നന്നായി ആവി വന്ന ശേഷം നമുക്ക് പുട്ടുപാത്രം അതുപോലെ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡിയാവും. ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.